വയനാട് ചുരം കയറി മാനന്തവാടിയിലേക്കാണ്. മന്ത്രി OR കേളു പ്രതിനിധീകരിക്കുന്ന മാനന്തവാടി MLAക്ക് OR കേളുവിന് മാനന്തവാടിയിലെ ജനങ്ങൾ നൽകുന്ന സ്കോർ എത്ര? ഗുഡ് സ്കോർ. മികച്ച സ്കോറാണ്. അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് മണ്ഡലത്തിലുള്ള ആളുകൾക്കിടയിൽ. വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം LDFന് പ്രതികൂലമാണെങ്കിലും OR കേളുവിന്റെ ജനകീയതയിൽ LDF ഒരു സീറ്റ് നിലനിർത്തിയേക്കാം. അതെ, വളരെ മികച്ച അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തെ പറ്റി എല്ലാവർക്കും, എല്ലാ വിഭാഗം ആളുകൾക്കും. മന്ത്രിയായതിനു ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. LDFന് അപ്രതീക്ഷിതമായി മന്ത്രിയായി രാധാകൃഷ്ണൻ മാറി. അതെ. അപ്പൊ നമുക്ക് മാനന്തവാടിയുടെ രാഷ്ട്രീയ ചിത്രം, അദ്ദേഹത്തിന്റെ സ്കോറും കൂടെ ഒന്ന് പറയാം. 23 അദ്ദേഹത്തിന്റെ സ്കോർ. 140 MLAമാരിൽ അദ്ദേഹത്തിന്റെ റാങ്ക് 23. ഇനി നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ആരാണ് മാനന്തവാടിയിൽ മുന്നിൽ? മാനന്തവാടിയിൽ ഒരു പൊടിക്ക് മുന്നിൽ ആരാണ് എന്ന് അറിയാൻ നമുക്കിപ്പോ സ്ക്രീനിൽ നമ്പറുകൾ തെളിയും. LDF തന്നെ 51.71, വലിയ സ്കോർ. UDF 39, NDA 8, 12.25% ലീഡ്. മാനന്തവാടി പോലൊരു മണ്ഡലത്തിൽ 12.35%, 12.25% ലീഡ് LDFന് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് OR കേളു എന്ന് പറഞ്ഞ അദ്ദേഹത്തോടുള്ള താല്പര്യവും MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ കിട്ടിയ ലീഡാണ്. അവിടെ എനിക്ക് ആദ്യം അദ്ദേഹം ജയിക്കുമ്പോൾ ചെറിയ മാർജിനാണ് ജയിക്കുന്നത്. PK ജയലക്ഷ്മിയോട് വളരെ ചെറിയ മാർജിൻ ജയിക്കുന്നു. വളരെ ജനകീയനാണ്. അവിടെ ഈ പറഞ്ഞുവിട്ട് ആരാണ് സ്ഥാനാർത്ഥി, CK ജാനുവാണോ? അവിടെ ധാരാളം അവകാശവാദങ്ങൾ ആ സീറ്റിനെ പറ്റി ഉന്നയിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ ഇടതുപക്ഷത്തിന് കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിൽ മാനന്തവാടിയിലുള്ളത്. വയനാട് ജില്ലയിലെ ഒരു സീറ്റ് LDF ജയിക്കുമെന്നാണ് കോർ പറയുന്നത്. സുൽത്താൻ ബത്തേരിയിൽ അവർ പരാജയപ്പെടുമ്പോൾ മാനന്തവാടി അവർക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. മാനന്തവാടിയിൽ അഡ്വാൻറ്റേജ് LDF 12.25 എന്ന ലീഡ് ഉണ്ട്. LDFനെ സംബന്ധിച്ച് മന്ത്രി OR കേളുവിന്റെ ഗംഭീരമായ പ്രകടനം, MLA എന്നുള്ള നിലയിലുള്ള മികച്ച പ്രകടനം കൂടി അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി വന്ന് ഭവിക്കുകയാണ്.